സ്വർണ്ണ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആഹ്വാനമുണ്ടായിരുന്നു, ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെക്കണമെന്ന്. അതിന് പിന്നാലെ സ്വർണ്ണ വിപണികൾ, അതായത് ജ്വല്ലറി ഓഹരികളൊക്കെ വലിയ രീതിയിൽ ഇടിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നോക്കൂ, സ്വർണ്ണവിലയിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 1275 രൂപ കൂടി 15,390 രൂപയായി ഒരു ഗ്രാമിന്. അപ്പോൾ പവന്റെ വില 1,23,120 രൂപയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രദീപ്, പറയൂ. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് പിന്നീട് ആദ്യം വ്യാപാരം നടക്കുമ്പോൾ സ്വർണത്തിന്റെ വിലയിൽ വലിയ വർധനയുണ്ടായിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 10,200 രൂപയുടെ വർധനവാണ് ഒരു പവൻ സ്വർണത്തിന് വില ഉണ്ടായിരിക്കുന്നത്. അതായത് 1,275 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിലയിലുണ്ടായ വർധനവ് എന്ന് പറയുന്നത്. കേരളത്തിലെ വിപണിയെ സംബന്ധിച്ച് ഇന്നലത്തേതിനേക്കാൾ 9% വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് എല്ലായിടത്തും ഏതാണ്ട് സമാനമായ രീതിയിലാണ് വില വർധന. മാത്രമല്ല, വരും ദിവസങ്ങളിലും വില മുകളിലേക്കായിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിപണി വൃത്തങ്ങൾ പറയുന്നത്. ഇന്നലെ 2 തവണ വില വർധന ഉണ്ടായിരുന്നു. അതിന് മുൻപുള്ള 2-3 ദിവസങ്ങളിൽ വില അല്പം താഴേക്കായിരുന്നു. എന്നാൽ ചാഞ്ചാടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഇറക്കുമതി തീരുവ 15% ഉയർത്തിയതോടുകൂടി വലിയ വില വർധന ഉണ്ടായിരിക്കുന്നത്. നിലവിലെ വില അനുസരിച്ച് 1,23,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. അതേസമയം GSTയും ഹാൾമാർക്കിംഗ് ചാർജും പണിക്കൂലിയും ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ടൊരു 5,000 രൂപ കൂടി അധികമായി നൽകേണ്ടി വരും. അതായത് ഏതാണ്ട് 1,28,000 രൂപയോളമാകും ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ. സ്വർണ്ണാഭരണത്തിൻ്റെ വിലയിൽ മാത്രമല്ല, സ്വർണ്ണത്തിൽ അധിഷ്ഠിതമായ ഓഹരികളുടെ വിലയിലും വർധനയുണ്ടായിട്ടുണ്ട്. വിവിധ കമ്പനികളിൽ വലിയ വർധനയാണ് അവയുടെ മൂല്യത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം വെള്ളിയുടെ ഇറക്കുമതി തീരുവ കൂട്ടിയിട്ടുണ്ട് എങ്കിൽ തന്നെ വെള്ളിയുടെ വിലയിൽ നിലവിലെ മാർക്കറ്റ് അനുസരിച്ച് വർധന ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വൈകാതെ അതിലും വർധന ഉണ്ടായേക്കാം. ശരി.